അമേരിക്കൻ ട്രംപ് പറയുന്നത് ഈ വർഷത്തെ അമേരിക്കയിലുള്ള യാത്രക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തൽക്കാലം ഹജ്ജ് ഈ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തപ്പെട്ട രീതിക്കോ പോവുക. രാജ്യമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഏജൻസികളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല. അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ സ്വന്തമായി അങ്ങ് സഹിച്ചേക്കണം എന്ന ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പോകരുത് എന്ന് നിരുത്സാഹപ്പെടുത്തുന്ന രീതിക്കുള്ള വർത്തമാനവും അതോടനുബന്ധമായിട്ട് എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വ്യാങ്യമായിട്ട് തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള വർത്തമാനമാണ് ഡൊണാൾഡ് ട്രംപ് ആ രാജ്യത്തെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാര കാര്യമല്ല. ഇറാൻ അമേരിക്കൻ യുദ്ധത്തെ ഹജ്ജുമായി ബന്ധപ്പെടുത്തി ഒരു മുസ്ലിം ചെയ്ത വീഡിയോയുടെ കുറഞ്ഞ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇത്തരം ഇല്ലാ കഥകൾ വ്യാപകമായ രീതിയിൽ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുക സ്വാഭാവികമാണ്. അത് കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ യുദ്ധത്തെ മറ്റ് നമ്മൾക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് കൂട്ടിക്കേച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ റീച്ച് കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ കഥകളും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനൊരു ആധികാരികതയും യാഥാർത്ഥ്യതയും ഉണ്ടാവണം. അത് ഏതെങ്കിലും രാഷ്ട്ര നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളും ഹാജരാക്കണം. ആ തരത്തിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പ്രചരിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള തെറ്റാണ്, വലിയ രീതിയിലുള്ള കുറ്റമാണ്. കാര്യം ഹജ്ജും യുദ്ധവും തമ്മിൽ ഒരു ബന്ധമില്ല. അത് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ നോക്കാം. അമേരിക്കക്കാരോട് പറയുന്നു, അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിലോ ഹജ്ജിന് പോകേണ്ടതാണ് എന്നുള്ളത് ട്രംപ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അങ്ങനത്തെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ട്രംപ് എന്ന് പറയുന്ന ആൾ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് വരിക അറേബ്യൻ മാധ്യമങ്ങളിലാണ്. സാധാരണഗതിയിൽ പല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് മതത്തെ അതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവൃത്തി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തോളം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു വർഗീയവാദിയാണ്, അത് മറ്റൊരു വിഷയം. പക്ഷേ അതൊരിക്കലും പരസ്യപ്പെടുത്താൻ താല്പര്യം കാണിക്കാറില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുക എന്താണെന്നുള്ളത്. അമേരിക്കക്കാരോട് പറയുന്നു അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തത്തിലോ പോകണം. എന്താണ് ഹജ്ജ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമുള്ള കരാർ വ്യവസ്ഥയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം നമ്മുടെ വിശ്വാസാചാര പ്രകാരം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോരോ ഹജ്ജ് വരുന്ന സമയത്തും അതിൻ്റെ ഏകദേശം 6 മാസം മുമ്പ് സൗദി അറേബ്യയിൽ നടക്കുന്ന ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളും തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാവും. നമുക്ക് പ്രത്യേകമായിരിക്കുന്ന ഹജ്ജ് മന്ത്രി ഉണ്ടാവും, അല്ലെങ്കിൽ ഹജ്ജ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വിദേശകാര്യ വകുപ്പോ മന്ത്രിമാരോ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരുമായിട്ടൊരു കരാർ വ്യവസ്ഥയിലെത്തും. ലോകത്ത് വ്യത്യസ്ത ജനങ്ങളാണ് ഓരോ രാജ്യത്തുള്ളത്. ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലാണ്, പിന്നെ ചൈനയിലാണ്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഓരോരോ രാജ്യത്തുമുള്ള ജനസംഖ്യാനുപാതികപരമായ രീതിയിൽ ഇത്ര ശതമാനം എന്ന് വെച്ചിട്ട് ഒരു കോട്ട പാസ്സാക്കി കൊടുക്കും അതാത് രാജ്യത്തിന്. അതാരൊക്കെ ചെയ്യേണ്ടത്? സൗദി അറേബ്യയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 1,00,000 ആളുകൾ അല്ലെങ്കിൽ 50,000 ആളുകൾ ഈ പ്രാവശ്യം ഹജ്ജിന് വരാം. എന്താ അതുകൊണ്ട് ഈ സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ രാജ്യത്തുനിന്ന് 25,000 പേരാണ് വരുന്നതെങ്കിൽ ആ 25,000 പേരെ താമസിപ്പിക്കാനും അവർക്ക് ഹജ്ജ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനുമുള്ള പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം സൗദി അറേബ്യ ഏറ്റെടുക്കുന്നു. അതാണ് വിസ ചട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സൗദി അറേബ്യയാണ്, നമ്മളല്ല. ഓരോരോ വർഷത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരും. നമ്മുടെ ഇന്ത്യ തന്നെ ഇന്ത്യയിലേക്ക് ഇത്ര കോട്ട പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. മൊത്തത്തിൽ ഇത്രയാണ് പോകാൻ പറ്റുക. അത് ഗവൺമെൻറ് തലത്തിൽ ഇത്ര, പ്രൈവറ്റ് തലത്തിൽ ഇത്ര, അതൊക്കെ കൃത്യമാണ്, കൃത്യ റൂട്ടാണ്. ഇവിടെ അമേരിക്കക്ക് എന്താ റോള്? ഒരു റോളും ഇല്ല. ഇനി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയകാര്യങ്ങൾ ഉണ്ടെങ്കിൽ സൗദി അറേബ്യ പറയും, ഇവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുള്ളത് കൊണ്ട് നിങ്ങളുടെ കോട്ട ഞങ്ങൾ കുറക്കുന്നു, അല്ലെങ്കിൽ ലളിതവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രാവശ്യം കോട്ട ഉണ്ടാവില്ല. ഏതുപോലെ കോവിഡ് കാലത്ത് എന്താ തീരുമാനം? കോവിഡ് കാലത്ത് ഇങ്ങനെയായിരുന്നു തീരുമാനം. എണ്ണത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് പോയത്. ഒരു കർശനമായിരിക്കുന്ന നിർദ്ദേശവും അത് ഓരോരോ കാര്യത്തിന് നിയമം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യതയോട് കൂടിയിട്ടാണ് അവിടെ ഹജ്ജിന് പോയത്. അതിൻ്റെ കാര്യം എന്താണ്? അവിടെ വലിയ രീതിയിലൊരു ദുരന്തം വ്യാപിക്കുന്ന രീതിയിൽ രോഗം ഉണ്ടാവാൻ പാടില്ല. വളരെ എണ്ണത്തിൽ കുറഞ്ഞത് മാത്രം അതല്ലേ ചെയ്തിട്ടുള്ളൂ. അതാരെ തീരുമാനിച്ചത്? സൗദി അറേബ്യ തീരുമാനിച്ചത്. എന്നാൽ നിങ്ങൾ വന്നോളി, പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ പോകാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടാവും, വിടാൻ വേണ്ടി രാജ്യവും തയ്യാറാവും. വളരെ അപൂർവമായിരിക്കുന്ന രാജ്യത്തിന് മാത്രം നിയന്ത്രിക്കാൻ പോകണ്ട എന്നുള്ള അഭിപ്രായം. അപ്പോൾ ഇവിടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ അമേരിക്കക്ക് റോളുമില്ല. റോൾ ആർക്കാണുള്ളത്? സൗദി അറേബ്യയുടെ. സൗദി അറേബ്യ സുരക്ഷിതത്വം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കേണ്ടത് സൗദി അറേബ്യയാണ്, അമേരിക്ക അല്ല.
ഇന്ത്യതാണ് പോകുന്നതെങ്കിൽ സംസാരിക്കേണ്ടത് സൗദി അറേബ്യയാണ്, ഇന്ത്യ അല്ല. ഇന്ത്യ പിന്നെ രണ്ടാം ഘട്ടത്തിൽ 10,000 ആൾക്കാരെ അല്ലെങ്കിൽ 25,000 ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അനുമതി സൗദി അറേബ്യ നൽകിയാൽ എത്ര പേരെ വിടണം എന്ന് വേണമെങ്കിൽ തീരുമാനിക്കുക ഇന്ത്യക്ക്. ഞങ്ങൾ അത്ര വിടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി കൂടുതൽ വേണം, അത് ആവശ്യപ്പെടാം. പല ഘട്ടത്തിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് പോകേണ്ടത്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ എങ്ങനെ ഹജ്ജിന് പോകാൻ പറ്റുക? അതിനൊരു നിയമവ്യവസ്ഥയും അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? 2 രാജ്യങ്ങൾ തമ്മിൽ അനുമതി നൽകണ്ടേ? ഒരാൾക്ക് ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാൻ പറ്റുമോ? ഇല്ല. അമേരിക്ക നിന്നാണ് പോകുന്നതെങ്കിൽ അമേരിക്കയുടെ ഗവൺമെൻറ് അതിന് അനുമതി നൽകണം. അപ്പോൾ ഈ സൗദി അറേബ്യയിൽ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അമേരിക്കൻ പൗരന്മാരും കണ്ട് ഹജ്ജിന് വിടില്ല. അത് പ്രത്യേകമായ രീതിയിൽ ജനങ്ങളോട് സംസാരിച്ചു എന്നൊക്കെയാണല്ലേ പറയുന്നത്. അമേരിക്കക്കാരോട് പറഞ്ഞു, അങ്ങനത്തെ സംബന്ധമില്ല. പച്ചപ്പൊള്ളു പറയാണ്. അമേരിക്കക്കാരോട് ട്രംപ് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയില്ല. അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹജ്ജിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, പോകണ്ടെന്ന് പറയും. ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ ആര് പറയണം? സൗദി അറേബ്യ പറയണം. അപ്പോൾ സൗദി അറേബ്യ പറയും ഇത്ര ആൾക്കാർ വന്നാൽ മതി എന്നുള്ളത്. അതിനനുസരിച്ചുള്ള തീരുമാനം മറ്റുള്ള രാജ്യങ്ങൾ എടുക്കും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്നാൽ, അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഈ കശിങ്ങനെ പറയുന്നത് ഇങ്ങനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്നാൽ കഷ്ടനഷ്ടങ്ങൾ സ്വന്തമായി സഹിക്കേണ്ടി വരും. എന്തോ ഒരു വിവരക്കേട് അതൊക്കെ വിളിച്ച് പറയുന്നത്. പോകുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന വർത്തമാനമാണ് പറഞ്ഞത് എന്നുള്ളത്. സ്വന്തമായിട്ട് കഷ്ടനഷ്ടം സഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ വണ്ടി ഓടിക്കുന്ന പരിപാടിയാണ്. ആ രാജ്യത്ത് ഒരു ഹജ്ജിന് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജിദ്ദ എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്. ആ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് അതിന് താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാന കാര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതിന് ഒരു ഹജ്ജിന് ഇത്ര കാശ് എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ ആദ്യം അത് വാങ്ങുന്നുണ്ട്. പണം കൊടുത്തിട്ടല്ലേ ഹജ്ജിന് പോകുന്നുള്ളൂ. പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് തലത്തിലാണെങ്കിലും. ഗവൺമെൻറ് തലത്തിൽ കുറച്ച് ഇളവുകൾ ഉണ്ടാകുന്നു മാത്രം. അപ്പോൾ അവരുടെ താമസ സ്ഥലം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഏജൻറ്റ് ഗവൺമെൻറ്റിന് ഉത്തരവ് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം. അപ്പോൾ താമസ സ്ഥലം അവിടെ ഉണ്ട്, പോകാനുള്ള വാഹനങ്ങൾ തയ്യാറാവണം. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം 2 തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനമാണെങ്കിൽ അങ്ങനെ ചെയ്യും. അത് ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. പക്ഷേ അവർക്ക് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സൗജന്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കും. ആംബുലൻസ് സംവിധാനങ്ങളുണ്ടാവും. പെട്ടെന്ന് അറ്റാക്കോ വേറെന്തോ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളൊക്കെ സൗദി അറേബ്യ നൽകും. ഹജ്ജിന് വരുന്ന ആളെ സംബന്ധിച്ച് അവരെ അതിഥിയായിട്ട് സ്വീകരിക്കും. അതിന് എല്ലാവിധ സംവിധാനം ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പ്രവൃത്തികൾ ചെയ്യുക എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൽ സ്വന്തമായിട്ട് എങ്ങനെ സഹിക്കുക? കഷ്ടനഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടനഷ്ടങ്ങൾ സ്വന്തമായിട്ട് സഹിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം തന്നെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റാണ്. ഒരു വ്യക്തിയല്ല ചെയ്യുന്നത്, ഒരു കുടുംബമല്ല ചെയ്യുന്നത്, ഗവൺമെൻറ്റും തമ്മിലാണ് ഈ ഇടപാട് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ വ്യക്തികൾക്ക് കഷ്ടനഷ്ടമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു ഉത്തരവാദിത്വമില്ല, അത് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോൾ ഒരാൾ ഹജ്ജിന് പോയി, ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുടുംബം അല്ലേ നഷ്ടം സഹിക്കുക, ഇയാൾ പോയി എന്നുള്ളത്. അല്ല, ഇയാൾക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്തൊക്കെ വിവരക്കേട് വിളിച്ചറിയാം. എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഇതിൻ്റെ ഉള്ളിൽ ഉസ്താദ് പറയാണ്. എന്തോ ഒളിഞ്ഞിരിക്കുക? യുദ്ധം പബ്ലിക്കാണ്. അത് ചെയ്യുന്നത് ഇപ്പോൾ എത്ര കാലം യുദ്ധം തുടങ്ങി 5ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം. 2 കൊല്ലം ആയിപ്പോൾ ഈ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലും പലസ്തീനും തമ്മിൽ. ഇപ്പോൾ 40 ദിവസം 2ാമത്തെ മാസത്തേക്ക് കയറി ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ. ഇതിലെന്താ ഒളിഞ്ഞിരിക്കുക? വളരെ കൃത്യമാണ്, എല്ലാം പബ്ലിക്കല്ലേ ചെയ്യുന്ന പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ. US എന്തോ പണി ഒപ്പിക്കാനുണ്ട് എന്നുള്ള. ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് US എന്തിനാണ് പണി ഒപ്പിക്കുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള 2ാമത്തെ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. പണി ഒപ്പിക്കാൻ ആണവായുധം എടുത്തുകാൻ പൊട്ടിച്ചാൽ പോരെ. അതല്ലാതെ ഹജ്ജിന് പോകുന്ന വിശ്വാസികൾക്ക് നേരെ ബോംബിടുന്നതാണോ അല്ലെ ആക്രമിക്കുന്നതാണോ? വിഡിത്തം. അതൊരിക്കലും ചെയ്യില്ല. ഇപ്പം തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് എത്താനുള്ള കാര്യം അവിടെ ഇറാൻ ഉപയോഗിച്ചൊരു തന്ത്രമുണ്ട്. അമേരിക്ക വെടിനിർത്തലിലേക്ക് എത്താനുള്ള കാര്യമാണ് പറയുന്നത്. ഇറാൻ ഉപയോഗിച്ചൊരു തന്ത്രമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഈ ഇലക്ട്രിക്കൽ സംബന്ധമായ വൈദ്യുതി നിലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി, പാലം തകർക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചപ്പോൾ അവിടെ മനുഷ്യ കവചം തീർത്തു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? കൂട്ടത്തോട് കൂടിയിട്ട് ഈ പാലം, അതുപോലെ തന്നെ ഈ വൈദ്യുത നിലയം, ഈ ആണവ നിലയത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ നിലയങ്ങളൊക്കെ വളഞ്ഞു. അപ്പോൾ ജനനിബിഡമായിരിക്കുന്ന മനുഷ്യ ചങ്ങല തീർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി വന്ന സമയത്ത് ഇവിടെ ബോംബിടുന്നത് അല്ലെ ആക്രമിക്കുന്നത് വലിയ ദുരന്തം ഭാവിയിൽ അമേരിക്കക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം കരാറിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കൊല്ലുക അല്ല ഉദ്ദേശം, കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക നോക്കുന്നത്. കൊന്നാലോ അതിൻ്റെ ദുരന്തം അവസാനിക്കില്ല എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ ലോകം കത്തുമെന്ന് ഉറപ്പല്ലേ? അതിന് പ്രതിഷേധം അവസാനിക്കാൻ വേണ്ടി സാധിക്കുമോ? പിന്നെ ഒരു ഗവൺമെൻറ് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുമോ? അപ്പോൾ അത് അങ്ങനത്തെ ഒരു മണ്ടത്തരം ഇവർ ചെയ്യുമോ? ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴൊക്കെ ചെയ്യണ്ടേ? തോറ്റോണ്ടിരിക്കുക അവരുടെ ദിവസം ഇറാനിൽ അമേരിക്ക.
എന്നിട്ടും അവർ അറ്റകൈ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പേടിയുള്ളത് കൊണ്ട് ഏത് തരത്തിലാണ് തിരിച്ചടി വരിക എന്ന് പറയാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചുരുക്കം. മുസ്ലിം ലോകത്തെ ഒന്നാകെ ട്രംപ് പ്രതിസന്ധിയിലാക്കി തേങ്ങാക്കൊലാണ്. മുസ്ലിം ലോകത്ത് എന്ത് പ്രതിസന്ധിയാണുള്ളത്? ഈ ഒരു വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. ഇവർ എന്തോ ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്തോന്ന് ആലോചിക്കുന്നത്? മുസ്ലിം ലോകത്തിന് എന്താ പ്രതിസന്ധി? ഹജ്ജ് എന്ന് പറഞ്ഞാൽ മതപരമായിരിക്കുന്ന നിയമവ്യവസ്ഥ എന്താണ്? ആരോഗ്യവും സമ്പത്തും യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കുറേ ഷർത്തുകൾ പറയുന്നുണ്ട്. അതിനെല്ലാം യോജിച്ചൊരു വ്യക്തിക്ക് മാത്രമേ ഹജ്ജിന് പോകേണ്ടതുള്ളൂ. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമായ കാര്യമല്ല. നിബന്ധനകൾക്കനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ട. ഒരു പ്രകൃതിക്ഷോഭമോ പ്രകൃതി ദുരന്തമോ യുദ്ധമോ കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഹജ്ജിന് പോകണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓരോട് പോയി ജുമാ നിസ്കരിക്കാനാണ് പറഞ്ഞത്. ജുമാ തന്നെ ഹജ്ജിൻ്റെ ഫലമാണ്, അത്രയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൂവുന്ന സമയത്ത് നന്നായിട്ട് ആലോചിക്കണം നമ്മൾ എന്താണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹജ്ജ് പോലെയുള്ള മതവിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളെയൊക്കെ കുറിച്ച് കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ? ഇതൊക്കെ ആലോചിച്ച് കൊണ്ടും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഈ പരിപാടിക്ക് നിൽക്കാതെ വേണ്ടത് അത് ചെയ്യാതിരിക്കുക. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനികളെ ഹജ്ജിന് വിലക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ. അതിൻ്റേതായിരിക്കുന്ന കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് കഅബ പിടിച്ചെടുക്കപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രവർത്തികളൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ളൊരു വിഷയം എന്നല്ലാതെ മറ്റു ലോക രാജ്യങ്ങൾ മതപരമായിരിക്കുന്ന ഇത്തരം വിഷയത്തിലൊന്നും ഒരു കാലത്ത് ഇടപെടുകയില്ല. ഇടപെട്ടാൽ അവർക്ക് അതിജീവിക്കാൻ സാധിക്കില്ലെന്ന് അറിയാവുന്നതാണ്. അതുകൊണ്ട് മുസ്ലിംകാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹജ്ജിനെ താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതിനെയും കൂടെ കൂട്ടിക്കുഴച്ച് കൊണ്ട് നാശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കണം. മതത്തിന് അതൊന്ന് ഒഴിവാക്കുക. യുദ്ധം വേറെയാണ്, ഹജ്ജ് വേറെയാണ്. ഹജ്ജും യുദ്ധവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോ ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു വർത്താനം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു വർത്താനോട്ട് പറയില്ല. രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഈ വിശ്വാസിക്ക് അവിടെ വന്നിട്ട് തിരിച്ച് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരാനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജിന് പോകേണ്ടതുള്ളൂ. അതല്ലാത്ത രീതിയിൽ അവിടുത്തെ ഹജ്ജിന് പോകുന്ന അമേരിക്കക്കാരോട് പറയുക, ട്രംപ് നിങ്ങൾ പോകാതിരിക്കാണ് വേണ്ടി, പോവാണോ പോട്ടെ തീരുമാനിക്കേണ്ടത് ആരാണ്? ട്രംപ് തന്നെയല്ലേ. നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഹജ്ജില്ല എന്ന് പറഞ്ഞാൽ പോരെ. അത്തരം മണ്ടത്തരമൊക്കെ ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ്.